അദ്ദേഹത്തിൻ്റെ മധുരം നിറഞ്ഞ മനോഹരമായ വിജ്ഞാനപ്രദമായ പ്രഭാഷണം നമുക്ക് കേൾക്കാം. യുവാക്കൾക്കും യുവതികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ കുട്ടികളെ നിർബന്ധമായും ഈ യജ്ഞവേദിയിൽ എത്തിക്കണം. അവർക്ക് ട്യൂഷനുണ്ട് അതുണ്ട് അതെന്ന് പറയാതെ ഒരാഴ്ച ഈ പ്രഭാഷണം കേൾക്കാനും ഇവിടുത്തെ അന്നദാനത്തിൽ പങ്കുകൊള്ളാനും, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ, ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾ വളരാൻ, അതിൽ വരുന്ന നഷ്ടം എന്തെല്ലാം സഹിക്കാനും തയ്യാറാവണം. നിങ്ങൾ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആത്മീയമായ പുരോഗതി ഉണ്ടാവണം. എല്ലാ വിദ്യാഭ്യാസം മാത്രം വളർന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവണം, ആത്മീയമായ ജ്ഞാനം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് വളരെ ത്യാഗം സഹിച്ച് സ്വാമിജി ഇവിടെ കൊണ്ടെത്തിച്ചത്. സ്വാമിജി 7 ദിവസം ഇവിടെ നമ്മളൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഉപദേശങ്ങൾ സ്വീകരിച്ച് ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് നീങ്ങാം. വിളക്ക്, അകത്തുനിന്ന് വന്ന വിളക്ക് കത്തിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പൂജക്കട രാജൻ നായർ അവരാണ് നിർവഹിക്കുന്നത്. നമ്മുടെ സദസ്സിൽ സ്വാമിയോടൊപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് പടുതിരിപ്പാടുണ്ട്. കുറിപ്പ് ഡോക്ടർ അല്പസമയത്തിന് എത്തിച്ചേരും. ഈ നവ്യമായ അന്തരീക്ഷത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ, ഉദ്ഘാടനം കഴിഞ്ഞാൽ മഹാത്മ്യ പ്രഭാഷണം സ്വാമിജിയുടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് പിരിഞ്ഞു പോകാൻ. നാളെ രാവിലെ മുതൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. രാവിലത്തെ കാപ്പി, ഉച്ചക്കാലത്ത് ഊണ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് 4 മണിക്കുള്ള ചായ, ഒരു 8, 7:30, 8 മണിയാകുമ്പോൾ വീണ്ടും തിരിച്ചു പോകാം. അങ്ങനെ 7 ദിവസം പൂർണ്ണമായി ഈ ക്ഷേത്ര സന്നിധിയിൽ നമ്മളെല്ലാവരും ഉണ്ടാവണം എന്നാണ് ദേവി ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ദേവിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ മക്കൾ, സഹോദരന്മാർ ദൂരെയുള്ളവർ, അവരെയൊക്കെ അറിയിച്ച് അവരെല്ലാം വരണം. ഇതൊരു വലിയ യജ്ഞമാണ്. ഇതിനു വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുടെ പ്രയത്നം. നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നാം, പക്ഷേ വളരെയധികം പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ആ പ്രയത്നം ഫലമാവണമെങ്കിൽ ഈ 7 ദിവസത്തെ പ്രഭാഷണം നമുക്ക് സ്വീകരിക്കാനും അതിൽ നിന്ന് നമ്മൾ ഒരു മാറ്റം ഉണ്ടാവാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോഴാണ് ഈ സപ്താഹ യജ്ഞം വിജയിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ വിജയിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ മനസ്സ് തയ്യാറാക്കണം. എല്ലാ ദിവസവും കൃത്യസമയത്ത് എത്തുക, നമ്മുടെ അയലത്തുള്ളവരെ വിളിച്ചുകൊണ്ടുവരിക, നമ്മുടെ ബന്ധുക്കളെ, കുട്ടികളെ ഒക്കെ ഈ യജ്ഞശാലയിൽ എത്തിക്കുക. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ പരിപാടികളുണ്ട്, സ്റ്റേജ് പരിപാടികളുണ്ട്. ഒരു 20 മിനിറ്റ് 25 മിനിറ്റുള്ള വളരെ കാഴ്ചയ്ക്ക് കൗതുകകരമായിട്ടുള്ള എന്നാൽ ആത്മീയമായ ഉണർവുണ്ടാകുന്ന കാഴ്ച ധാരാളം ഉണ്ടാവും 3-4 ദിവസം. അപ്പോൾ അതും കാണാം നമുക്ക്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഈ യോഗം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ മുരളീധരൻ അവர்களെ സാദരം ക്ഷണിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ഒരു സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്.
2-3 വർഷക്കാലമായിട്ട് സ്വാമിജിയുടെ ഒരു സപ്താഹയജ്ഞം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴാണ് അതിന് സാധിച്ചിട്ടുള്ളത്. തുടർന്ന് ഇന്നു മുതൽ 18-ാം തീയതി വരെ നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഇത് വളരെ ഗംഭീര വിജയമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രവും പരിസരവും ആക്കി തീർത്ത പ്രധാന ബുദ്ധി കേന്ദ്രവും എല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കെ ചന്ദ്രാവതി ചേട്ടനെ നിങ്ങളുടെ എവരുടെയും പേരിലും തൃപ്പനയത്തമ്മയുടെ പേരിലും ഈ സപ്താഹയജ്ഞത്തിൻ്റെ പേരിലും ഭഗവാന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. രണ്ടാമതായി സ്വാഗതം പറയേണ്ടത് ലോകപ്രശസ്ത യജ്ഞാചാര്യനായ ഇന്ന് ഏതാണ്ട് 5 മണിയോടുകൂടി ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തി അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കുതിരത്തറമുക്കിൽ നിന്നും കാൽനടയായി നമ്മളോടൊപ്പം നാമജപങ്ങളോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെല്ലാം ആത്മീയ തലത്തിലേക്ക് എത്തിക്കും പൂർണ്ണമായി എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടും ബഹുമാനത്തോടും ആദരവോടും കൂടി നമ്മുടെ യജ്ഞാചാര്യനായ ശ്രീ ഉദിച്ചതിന് സ്വാമിജിയെ നിങ്ങളുടെ പേരിലും തൃപ്പനയത്തമ്മയുടെ പേരിലും ഭഗവാന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് ബഹുമാന്യനും ആരാധ്യനുമായ നമ്മുടെ ശ്രീ പോയിലക്കട രാജൻപിള്ള മുതലാളി. നമ്മുടെ കഴിഞ്ഞ ഇവിടെ നടന്ന ചണ്ഡികായാഗത്തിന് മുഖ്യ പങ്കാളിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഈ സപ്താഹയജ്ഞ വേദിയിലേക്കും ഈ സപ്താഹയജ്ഞത്തിന് വേണ്ടി തൃപ്പനയത്തമ്മയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഭഗവാന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ക്ഷേത്രം തന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ക്ഷേത്രത്തിൽ നിന്നും ഇന്ന് കാണുന്ന ഈ രീതിയിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രം ഏറ്റെടുത്തത് മുതലാണ്. അത് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം. പ്രത്യേകിച്ച് ഈ തൃപ്പനയത്തമ്മയോട് അദ്ദേഹത്തിന് വളരെ ബഹുമാനവും ഭക്തിയും പേടിയുണ്ട്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത്. ഈ സപ്താഹത്തിൻ്റെ കാര്യം തന്നെ അദ്ദേഹത്തെ വിളിച്ചറിയിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പ്രധാന ചടങ്ങ് ഇവിടെ നടക്കുകയുണ്ടായി. നമ്മുടെ മേൽശാന്തി 1 വർഷത്തേക്കുള്ള മേൽശാന്തിയുടെ ഒരു ഇൻ്റർവ്യൂ 2 മണിക്ക് മുതൽ ഇവിടെ നടക്കുകയുണ്ടായി. 4 മണിയായി അവസാനിച്ചപ്പോൾ അന്ന് 2 മണി മുതൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. ഈ യോഗത്തിൽ ഈ ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കാളിയാകുവാനും അമ്മക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഈ യജ്ഞവേദിയിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തെ ബഹുമാന്യതയോടും ആദരവോടും കൂടി തൃപ്പനയത്തമ്മയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഭഗവാന്റെ പേരിലും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഇവിടെ ഈ സ്വാമിജിയോടൊപ്പം ഇവിടെ പാരായണത്തിനും പൂജാതി കാര്യങ്ങൾക്ക് എത്തിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഭക്തജനങ്ങൾ, ഇതിനതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പത്രമാധ്യമ പ്രവർത്തകർ, ഈ ചടങ്ങിലേക്ക് ഈ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്ത മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിൽ ഈ സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്തിട്ടുള്ളവരും പങ്കെടുക്കാൻ പോകുന്നവരുമായിട്ടുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ കുറുപ്പ് ഡോക്ടർ, നമ്മുടെ എല്ലാവരുടെയും പാവപ്പെട്ടവരുടെ ഡോക്ടറായ കുറുപ്പ് ഡോക്ടർ ഏതാനും നിമിഷങ്ങൾക്ക് എത്തും. അദ്ദേഹത്തെയും ഈ യജ്ഞവേദിയിലേക്ക് ആദരവോടുകൂടി നിങ്ങളുടെ വല്ല പേരിലും തൃപ്പനയത്തമ്മയുടെ പേരിലും ഭഗവാന്റെ പേരിലും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ ഉത്സവത്തിന് തിരിതെളിക്കാനായി ബഹുമാന്യനും പ്രിയപ്പെട്ടവനും കൊല്ലം നഗരത്തിൻ്റെ സമ്പൂർണമായ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം ശ്രീ രാജൻ നായർ അവരുടെ സാദരം ക്ഷണിക്കുന്നു.
ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണ. ഈ സപ്താഹയജ്ഞം നല്ല രീതിയിൽ നടക്കണം എന്ന് നല്ല രീതിയിൽ നടക്കും. അതിന് നല്ലൊരു പ്രഭാഷകനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് സാധാരണ അദ്ദേഹത്തിനെ കിട്ടാൻ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണല്ലോ. അദ്ദേഹം സമ്മതിച്ച് വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഓം നമഃ ശിവായ. അമ്മേ മഹാമായി, ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് പേർക്കറിയാം. 30 വർഷക്കാലം മുമ്പ് ആരംഭിച്ച ഒരു യാത്രയാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. വളരെ പുരാതനമായ 1200 വർഷക്കാലത്തെ പാരമ്പര്യമുള്ള പുരാതന ക്ഷേത്രം, ജീർണാവസ്ഥയിലായ ക്ഷേത്രം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ച സമയത്ത് 30 വർഷം മുമ്പാണ്. നമ്മുടെ ഈ നാട്ടിൽ അത്ര വികസനമോ കാര്യങ്ങളോ അത്രമാത്രം ധനാഢ്യന്മാരോ ഉണ്ടായിരുന്ന ഒരു കാലമല്ല. പക്ഷെ ആ കാലത്തും അമ്മയുടെ അനുഗ്രഹം കണ്ട ഒരു സങ്കല്പം, ഒരു സ്വപ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടാവണം, ആ സ്വപ്നത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണം, കൊക്കിൽ ഒതുങ്ങില്ല എങ്കിലും കൊത്തിക്കോ, ആ രീതിയിൽ കൊത്തി. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ തരത്തിലെത്തിയത്. അന്ന് 4 കോടി രൂപയാണ് നമ്മൾ ബഡ്ജറ്റ്. 50 ലക്ഷം രൂപ പോലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഭൂരിപക്ഷം കമ്മിറ്റി ആൾക്കാരും പറഞ്ഞത്. 4 കോടി രൂപയുടെ ബഡ്ജറ്റ് എങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത്? നമുക്കൊരു 50 ലക്ഷം രൂപയ്ക്ക് സിമെൻറ്റും കട്ടയും ഒക്കെ വെച്ച് വാർത്ത് റെഡിയാക്കാം, അതാണ് നല്ലത് ബുദ്ധി എന്നൊക്കെ പറഞ്ഞ കമ്മിറ്റിക്കാരുണ്ട്. അവരെ ആരെയും തെറ്റു പറയുകയല്ല, കാരണം ആ സമയത്ത് അങ്ങനെ അവർക്ക് പറയാൻ കഴിയും. പക്ഷേ ഈ ഇവിടെ ഇരിക്കുന്ന ചൈതന്യം അത്ര വലിയ ചൈതന്യമാണ്. ആ ചൈതന്യം ഒരാളുടെ മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് വെക്കോ, ഇത് പിന്നാലെ ഉണ്ടാവും. ആ ചൈതന്യത്തിൻ്റെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വിശാലമായ, ഇത്രയും ബൃഹത്തായ, ഇന്ന് ഏകദേശം പറയുകയാണെങ്കിൽ 16-16.5 കോടി രൂപ ഈ 30 വർഷക്കാലമായി ഈ പുനരുദ്ധാരണത്തിന് ചിലവായി. 4 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിച്ചു. വലിയ ആഡംബരപൂർണമായ ഒരു ഓഫീസ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ മുകളിൽ നമ്മുടെ സമിതിയെ പോലുള്ള ആൾക്കാർക്ക് വന്നാൽ താമസിക്കാനുള്ള സൗകര്യം, അതിന് മുകളിൽ ഒരു ചെറിയ ഓഡിറ്റോറിയം, ഇതൊക്കെയായിട്ടാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2ാമത്തെ നില പൂർണ്ണമായി കഴിഞ്ഞു. ഇത് പൂർണ്ണമാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു സങ്കല്പം എന്ന് പറയുന്നത് വളരെ നേരത്തെ കൂട്ടി നമ്മൾ ഈ സങ്കല്പത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണന്റെ കണക്ക്, ഞാൻ എല്ലാത്തിലും ഒന്നാമനാണ്, ഇന്ന കാര്യത്തിൽ ഒന്നാമനാണ്, ഞാൻ വൃക്ഷത്തിൽ ഇന്ന ആളാണ്, ഇന്ന ഒന്നാമനാണ്, ഞാൻ മൃഗത്തിൽ ഇന്നതാണ്, അത് ഒന്നാമതാണ്, ഞാൻ പക്ഷിയിൽ ഇതാണ് ഒന്നാമതാണ്. ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ കൃഷ്ണൻ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ ചിന്തിച്ചിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും ഈ കാര്യങ്ങളിൽ ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒന്നാമത് ഉള്ള ആൾക്കാർ വരണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം വിഷമമായിരുന്നു ഒരു ഗവർണർ വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്ന്. നമ്മുടെ പുനരുദ്ധാരണത്തിൻ്റെ കമ്മിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അന്ന് കേരള ഗവർണറായിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് എന്നാൽ ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളെ കൊണ്ട് തറക്കല്ലിടിച്ചു. രാജ്യത്തെ 1ാമത്തെ സന്യാസിമാരിൽ ഒരാളാണ് അദ്ദേഹം. തറക്കല്ലിടണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ സമീപിച്ച സമയത്താണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ വ്യവസ്ഥകളൊക്കെയാണ്. അദ്ദേഹം സാധാരണ വണ്ടിയിൽ വരില്ല. അദ്ദേഹത്തിന് പ്ലെയിൻ ചാർട്ട് ചെയ്ത് കൊടുക്കണം. പ്ലെയിൻ ചാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമോ? ഒരു പ്ലെയിൻ പ്രത്യേകം കൊടുക്കണം അദ്ദേഹത്തിനും പരിവാരങ്ങൾക്കും വരാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞാൽ 10-20 ലക്ഷം രൂപയൊക്കെ ആവും. 20 അല്ല, അതിൽ കൂടുതലാവാനാണ് സാധ്യത.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ ആകെ വിഷമിച്ചു. അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. പക്ഷെ പനയത്തമ്മ പറഞ്ഞു, അങ്ങനൊന്നുമില്ല, നീ പോയി ക്ഷണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നോളാം, പ്ലെയിനൊന്നും വേണ്ട, പ്ലെയിൻ ഞങ്ങൾ തന്നെ ഏർപ്പാടാക്കിക്കൊള്ളാം. ശങ്കരാചാര്യസ്വാമികൾ വന്നു, അദ്ദേഹം തറക്കല്ലിട്ടു. ആ യോഗത്തിൽ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം മനസ്സ് നിറഞ്ഞ് പറഞ്ഞു, തൃപ്പനത്തമ്മയുടെ മുന്നിൽ പറഞ്ഞു, ഇതിൻ്റെ ശ്രീകോവിൽ ഞാൻ പണിഞ്ഞു തരുമെന്ന്. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് 10,01,000 രൂപ ഒരു സന്യാസി സമർപ്പിക്കാനിവിടെ ശ്രീകോവിലിന് വേണ്ടി. അദ്ദേഹം 10,01,000 രൂപയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വേണ്ടി എത്തുന്നത്. ശ്രീ രവിശങ്കർ വന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ജഡ്ജസ് എല്ലാവരും വന്നു, അറിയപ്പെടുന്ന ബുദ്ധിജീവികൾ വന്നു, അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വന്നു. എല്ലാത്തിലും കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ ഇന്നത്തെ അവസാന കണ്ണിയാണ് നമ്മുടെ ഉദിച്ചതിനായി. അദ്ദേഹവും സപ്താഹത്തിൽ 1-ാം സ്ഥാനമാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന സപ്താഹ ആചാര്യന്മാരിൽ ഒന്നാമതായിട്ടുള്ള ശ്രീ ഉദിച്ച ചൈതന്യജി തന്നെ നമ്മുടെ ഈ സപ്താഹത്തിന് വരണം എന്ന് ആഗ്രഹിച്ചത് വെറുതെ ഒന്നുമല്ല. അത് ഈ പാരമ്പര്യത്തിൻ്റെ ഈ പിന്തുടർച്ചയുടെ ഭാഗമാണ്. ആ പിന്തുടർച്ച 1-ാം സ്ഥാനക്കാരെ കൊണ്ട് ഈ പ്രദേശത്ത് പാദസ്പർശമുണ്ടാകണം, അവരുടെ അനുഗ്രഹം ഉണ്ടാവണം. ആ അനുഗ്രഹം ഈ നാടിനുണ്ടാവണം, നാട്ടാർക്കുണ്ടാവണം. ഇന്ന് നമ്മൾ വളരെ ഗംഭീരമായി ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഉദ്ഘാടകൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഒരുപക്ഷെ കൊല്ലത്ത് വീട്ടിൽ, തൻ്റെ തറവാട്ട് വീട്ടിൽ വർഷങ്ങളായി സപ്താഹം നടത്തുന്ന ഒരു കുടുംബമാണ് പൊയിലക്കട്ട കുടുംബം. വീട്ടിൽ സപ്താഹമാണ് എല്ലാ വർഷവും. കഴിഞ്ഞ 4-5 വർഷം 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വർഷവും സപ്താഹം നടത്തുമല്ലോ. അപ്പൊ സപ്താഹത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്ന, സപ്താഹത്തിന്റെ ഒരു സംവിധാനത്തെക്കുറിച്ച് വളരെ ചെറുപ്പത്തിലെ ബോധ്യമുള്ള ഒരു മനുഷ്യൻ, എല്ലാ കാര്യത്തിലും കൊല്ലം നഗരത്തിൽ ഒന്നാം നിൽക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം, അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള വരവ്, ഈ നമ്മളുമായിട്ടുള്ള സഹകരണം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാവും, യാതൊരു സംശയം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം വളരെ പവിത്രമായി നിർവഹിച്ചു. പിന്നെ നമ്മുടെ തന്ത്രിയാണ്. തന്ത്രിയെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നത്. ഒരുപക്ഷെ നമ്മുടെ ദേവപ്രശ്നത്തിൽ നടക്കുന്ന ആദ്യത്തെ ദേവപ്രശ്നത്തിലാണ് തന്ത്രി കുടുംബം അദ്ദേഹത്തിൻ്റെ ആണെന്ന് പറയുകയും ആ തന്ത്രി കുടുംബത്തിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അതിനു മുമ്പ് കുടവട്ടൂർ തന്ത്രിയായിരുന്നു. അതല്ല, കുടവട്ടൂർ തന്ത്രിയല്ല, അടിമറ്റത്ത് തന്ത്രമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടിമറ്റത്ത് നിന്ന് തന്ത്രിയെ ക്ഷണിക്കണം എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ പോയി ക്ഷണിച്ചു. സന്തോഷത്തോടെ അദ്ദേഹം വന്നു. നിങ്ങൾക്ക് ഓർമ്മ കാണും, അതും 1000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു പ്രദക്ഷിണ ഘോഷയാത്രയോടുകൂടി അദ്ദേഹത്തെ തന്ത്രിയായി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെ സഹകരണം കൊണ്ട്, ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട്, ജനങ്ങളുടെ സഹായം കൊണ്ട് ഇത്ര വലിയ മാറ്റം വരുത്താൻ, ഇത്രയും വലിയ ഒരു പരിവർത്തനം ഈ നാട്ടിൽ വരുത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇനിയുള്ള പരിവർത്തനം തനിയെ വരും. അതിന് നമ്മൾ വെറുതെ ചുക്കാൻ പിടിച്ചാൽ മതി. ആ പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കുകയാണ്. ഇനി എല്ലാ മേഖലയിലും നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് പോകണം. ഇതുവരെ നമ്മൾ 1-ാമത്തെ ആൾക്കാരെ നമ്മൾ കാണിച്ചു. ഇവരൊക്കെ 1-ാം ആൾക്കാരാണ്. നമ്മൾ അവരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരുത്തരും 1-ാം സ്ഥാനത്തേക്ക് പോകേണ്ടിയിരിക്കും. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്തെത്തണം. നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവർ പഠിത്തത്തിൽ 1-ാം സ്ഥാനത്തെത്തണം. ആത്മീയ കാര്യങ്ങൾ അവർ 1-ാം സ്ഥാനത്തെത്തണം. നമ്മുടെ അമ്മമാരെ പ്രഭാഷണങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അവർ ഈ കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനും ഒക്കെ തയ്യാറാവണം. ആ നിലയിലേക്ക് ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ നിരവധി ക്ലാസ്സുകൾ അതിനുവേണ്ടി ആരംഭിക്കാൻ പോവുകയാണ്. ഈ പ്രദേശമാകെ ചൈതന്യം വാരി വിതറാൻ വേണ്ടിയിട്ടുള്ള, അവർക്കെല്ലാം ആത്മീയമായ ആവേശം നൽകുന്ന രീതിയിൽ പല പല ക്ലാസ്സുകൾ. അതോടൊപ്പം തന്നെ ആത്മീയം മാത്രം പോരാ, ഭൗതികവും വേണം. അതുകൊണ്ടാണ് നമ്മളൊരു ഹോട്ടൽ തുടങ്ങി. തൃപ്പനയത്തമ്മയുടെ പേരിലൊരു ഹോട്ടലുണ്ട്.
നാളെ വേറൊരു കാര്യം, ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ ഈ വ്യാപാര വ്യവസായത്തിൽ മാത്രമല്ല, ആധ്യാത്മിക കാര്യത്തിലും ഭൗതിക കാര്യത്തിലും നമ്മുടെ ക്ഷേത്രം ഒരു പരിഗണനാർഹമായ സ്ഥാനം. അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ 14 പേർക്ക് 4 സെൻറ്റ് സ്ഥലം വീതം നമ്മൾ സ്ഥലമില്ലാത്തവർക്ക് കൊടുത്തു. ഇപ്പോൾ വേറെ എങ്ങും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. 10-50ഓളം ആട്ടിൻകുട്ടികൾ ഇപ്പോൾ പല വീടുകളിൽ നിൽപ്പുണ്ട്. നമ്മൾ കൊടുത്ത, ക്ഷേത്രത്തിന് കൊടുത്ത, അതൊരു ഭക്തൻ സംഭാവന ചെയ്താൽ. ഇനി ഈ കാര്യങ്ങൾ കണ്ടിട്ട് ധാരാളം അപേക്ഷകൾ വരികയാണ്. 4 സെൻറ്റ് സ്ഥലം എനിക്കൂടെ തരുമെന്ന് 10-30 അപേക്ഷയുണ്ട്. നമ്മൾ പലരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തരുന്ന മുറയ്ക്ക് അത് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ ആത്മീയമായും ഭൗതികമായിട്ടുള്ള ഒരു കേന്ദ്രമാക്കി ഈ പ്രദേശത്തെ തീർക്കാൻ, ഈ ക്ഷേത്ര ചുറ്റുപാടിനെ തീർക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ പരിശ്രമത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ച് മുന്നേറുവാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നമ്മുടെ തന്ത്രി അദ്ദേഹം നമ്മുടെ അനുഗ്രഹ ഭാഷണം. അമ്മേ ശരണം, ദേവീ ശരണം, തൃപ്പനേത്ത് വാഴും അമ്മേ ശരണം. ഓം നമോ നാരായണായ നമഃ. ബഹുമാന്യനായ ദേവസ്വം പ്രസിഡന്റ് CK ചന്ദ്രബാബു അവരുകൾ സ്വാഗതം ആശംസിച്ച ക്ഷേത്രം സെക്രട്ടറി മുരളീധരൻ പിള്ള, അതേപോലെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ പൊയിലക്കട രാജൻ പിള്ള അവരുകളെ, ഈ മഹാത്മ്യ ആചാര്യൻ നമ്മളുടെയൊക്കെ ആരാധ്യനായ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജി, അദ്ദേഹത്തെ പറ്റി ഒന്നും കൂടുതൽ വിശദീകരിക്കണം തോന്നുന്നില്ല. നമുക്കെല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ പൊങ്കാല ഉദ്ഘാടനത്തിന് വന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് അന്നേ കണ്ടതാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സൽക്കർമ്മത്തിൽ പങ്കാളിയാകുവാൻ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് നമുക്കൊക്കെ ഒരു ഈശ്വര അനുഗ്രഹം തരുന്നതാണ്. ചന്ദ്രബാബു സാർ അദ്ദേഹം പറഞ്ഞ പോലെ നാളെ മുതൽ നടക്കുന്ന യജ്ഞത്തിൽ ഇത് ജ്ഞാനയജ്ഞമാണ്, വെറും യജ്ഞമല്ല, ജ്ഞാനയജ്ഞമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ് നമുക്ക് നേടാനുള്ള യജ്ഞമാണ്. അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മുതൽ പ്രവർത്തിക്കേണ്ട ഭക്തജനങ്ങളാണ് നാം ഓരോരുത്തരും. അമ്മയുടെ കാരുണ്യത്താലാണ് നമുക്കിതൊക്കെ സാധിച്ചു തരുന്നത്. ഈ ക്ഷേത്രം എത്ര കാലം പഴക്കമുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഈ ക്ഷേത്രം ഇന്നും ഇന്നലെയും നാളെയും നിലനിൽക്കും. നമ്മളൊക്കെ നാളെ പോകേണ്ട ആളുകളാണ്. ഈ ക്ഷേത്രം നാളെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ യജ്ഞത്തിൽ കൂടുതൽ പങ്കാളിത്തം ഈ ഭക്ഷണം കഴിക്കുന്ന ഇതിൽ മാത്രമല്ല, ഇത് യജ്ഞം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടത്. നാളെ മുതൽ അദ്ദേഹം പറയുന്ന കഥകളും അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. ഇന്ന് നാളെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വഴിതെറ്റിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈശ്വരാരാധന കുറഞ്ഞു വരുന്നു. വീടുകളിൽ പൂജാമുറികളിൽ സന്ധ്യാനാമം ജപിക്കുന്നില്ല, എല്ലാവരും TV-യുടെ മുമ്പിലും ഒക്കെയാണ്. അതല്ല, ഇങ്ങനെയുള്ള അവസരത്തിലെങ്കിലും നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തിച്ച് കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്കെന്താണ് നമുക്ക് ആവശ്യം? ആത്മീയമായ ഒരു പരിവർത്തനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ക്ഷേത്രത്തിൽ വരുന്നതോടൊപ്പം തന്നെ മാനസികമായ വളർച്ചയും കുട്ടികൾക്കുണ്ടാവും. ഇന്ന് മൊബൈലും ഒക്കെ കൊടുത്ത് കുട്ടികളെ ഒതുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കിയെടുത്താലേ നാളത്തെ തലമുറ നല്ലൊരു ഭാവിയിൽ വളർന്നു വരികയുള്ളൂ. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൽ വേണ്ടത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പോയി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തൃപ്പനേത്തമ്മയാണ്. അമ്മയുടെ
ദാസന്മാരായി ഒരു ഭരണസമിതിയും അതുപോലെ നിങ്ങളുടെ ഒക്കെ കൂട്ടായ സഹകരണം ഉണ്ടായിട്ടാണ് ഇത്രയും വലിയൊരു ക്ഷേത്രം നിലനിർത്താൻ ഇവിടെ സാധിച്ചത്. പണി നിർമ്മിച്ച് നമുക്ക് അമ്മയെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നല്ല മനസ്സുകൊണ്ടാണ്. അപ്പോൾ ആ മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം നാളത്തെ തലമുറയിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയോ കൊടുക്കുവാൻ അവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് സപ്തായജ്ഞം കേൾക്കുകയല്ല വേണ്ട, ജ്ഞാനയജ്ഞമാണ്. ഈ തിരുസന്നിധിയിൽ വന്ന് ഈ മണ്ണിൽ വന്നിരുന്ന് അത് ശ്രവിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ട് നാളെ പ്രവർത്തിക്കുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മനസ്സാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. അതിനെല്ലാവരും തുനിഞ്ഞിറങ്ങണം. ഇത് 7 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ പോരാ, നമുക്ക് പിന്നീടും ഈ കുട്ടികളെയൊക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധിപ്പിക്കണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇവിടെ മതപാഠശാല, ഇന്നത്തെ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ മതപാഠശാല വേണ്ടെന്ന്, നമ്മുടെ ക്ഷേത്രത്തിൽ വേണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾക്ക് മതപഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് അവർക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ മതപാഠശാല ഉണ്ടാവണം. ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം ഈ തിരുസന്നിധിയിൽ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണം. നാളത്തെ തലമുറ പനയത്ത് വാഴുന്ന അമ്മയുടെ മണ്ണിൽ നിൽക്കുന്ന നമ്മുടെ കുട്ടികളൊന്നും വഴിതെറ്റി പോകരുത്. അമ്മയുടെ കുട്ടികളാണ്. അമ്മ അവർക്ക് നല്ല സദ്ബുദ്ധി തോന്നിപ്പിക്കും. അതിന് ഈ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കണം. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. ഈ ജ്ഞാനയജ്ഞത്തിൽ വെറും സപ്താഹയജ്ഞമല്ല, ജ്ഞാനയജ്ഞമാണ്. അതും ഏറ്റവും പ്രാഗൽഭ്യം ഉള്ള ഒരു സ്വാമിജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, ആ കലകൾ നമ്മൾ ശ്രവിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് കൂടുതൽ ധന്യമാക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.